പിന്നെ സോഷ്യോളജിയിൽ നിന്നും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് പറയുന്നത്. നമുക്ക് സോഷ്യോളജിയോളം ക്ലാസ് ഉണ്ട്. അപ്പോൾ എക്സാമിൻ്റെ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങി നമുക്ക് എവിടെയും എത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്നാണ്. പഠിക്കേണ്ടത് മുന്നറിവ് അല്ലെങ്കിൽ പ്രയർ നോളജ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, മുന്നറിവിനെ കുറിച്ച്. മുന്നറിവ് കൊണ്ട് സോഷ്യോളജിയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നും ഇതാണ് ആ ഭാഗത്ത് പറയുന്നത്. അത് നോക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. +2 സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു PDF ഉണ്ട്. ആ PDF ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ സ്വയം പ്രതിപതനം അല്ലെങ്കിൽ ആത്മപ്രതിഫലനം എന്നൊക്കെ പറയാറുണ്ട്. സെൽഫ് റിഫ്ലെക്സിവിറ്റി ഇത് കഴിഞ്ഞ മോഡൽ എക്സാമിന് മോഡലായിട്ട് ചോദിച്ചതാണ്. 2 മാർക്കിന് ചോദിക്കാം, വേർഡായിട്ട് ചോദിക്കാം. അപ്പോൾ അത് നോക്കണം. പിന്നെ അവരുടെ മിൽസിനെ പറഞ്ഞു സോഷ്യോളജി അത് എന്താണെന്ന് പറയുന്നതെന്ന് നോക്കിയിട്ടുണ്ടാവണം. അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ 8 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സംഖ്യാശാസ്ത്രപരമായ ഘടന, ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഡെമോഗ്രഫി എന്താണെന്ന് പറയുന്നുണ്ട്, ജനസംഖ്യാശാസ്ത്രം എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2 തരത്തിലുള്ള ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും. അതായത് ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും സോഷ്യൽ ഡെമോഗ്രഫിയും കുറിച്ച് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ നോക്കേണ്ടതാണ് മാൽത്തൂസ്യൻ സിദ്ധാന്തം. 8 മാർക്കിൻ്റെ മാൽത്തൂസ്യൻ തിയറി 8 മാർക്കിന് ചോദിക്കുന്നതാണ് മാൽത്തൂസ്യൻ സിദ്ധാന്തം. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഇതൊരു 5 മാർക്കിനോ 6 മാർക്കിനോ വരാം. അപ്പോൾ നമ്മൾ നോക്കണം മാൽത്തൂസ്യൻ സിദ്ധാന്തം, മാൽത്തൂസ്യൻ തിയറി 8 മാർക്കിന് essay ക്വസ്റ്റ്യൻ വരുന്നതാണ്, നോക്കണം. അതേപോലെ തന്നെ 8 മാർക്കിനോ 6 വരാൻ ചാൻസുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി, ജനസംഖ്യാശാസ്ത്രപരമായ സിദ്ധാന്തം. കിങ്സ്ലി ഡേവിസിൻ്റെ ആ ഒരു സിദ്ധാന്തം നോക്കിയിട്ടുണ്ടാകണം. പിന്നെ ഇവിടെ ഇതാ ജനന നിരക്ക്, മരണനിരക്ക്, അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് 2 മാർക്കിന് ചോദിക്കും. പിന്നെന്താ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, ലിംഗാനുപാതം, ആശ്രിതാനുപാതം, അതൊക്കെ നോക്കാൻ 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതത്തിലുള്ള താഴ്ച, അതായത് ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നത്? ഒരു 4 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ എന്താ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്? ഇനി പഠിക്കാനുള്ളതാണ് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ നയം. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഇതാണ്. ആ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കണം. ഇതൊക്കെയാണ് സെക്കൻഡ് പഠിക്കുന്നത്. ഇനി തേർഡ് ചാപ്റ്റർ, മൂന്നാമത്തെ പാഠത്തിൻ്റെ ഒരു സാമൂഹിക സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂ ആൻഡ് ചേഞ്ച് ആണ്. ആദ്യം പഠിക്കേണ്ടത് ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ്. 6 മാർക്കിന് 5 മാർക്കിന് ചോദിക്കും. ജാതിയുടെ സവിശേഷതകൾ അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെന്താ പ്രബലജാതി, ഡോമിനൻ കാസ്റ്റ്. MN ശ്രീനിവാസിൻ്റെ ഡോമിനൻ കാസ്റ്റ്, പ്രബലജാതിയെ കുറിച്ച് 2 മാർക്കിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് നോക്കണം. പിന്നെ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്, ഗോത്ര സമുദായങ്ങളുടെ വർഗീകരണം. അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കേണ്ട ഭാഗമാണ് ദേശീയ വികസനം ഗോത്ര വികസനത്തിനെതിരെ. ഇതൊരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ്, ആ ഭാഗം നോക്കിയിട്ടുണ്ടാവണം. പിന്നെ അടുത്ത ഒരു 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഫോംസ് ഓഫ് ഫാമിലി, കുടുംബത്തിൻ്റെ രൂപങ്ങൾ. അതായത് പലതരത്തിലുള്ള കുടുംബങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മൾ +1 പഠിച്ച അതേ കാര്യം തന്നെയാണിത്. അത് നോക്കിയിട്ടുണ്ടാവണം. ഇനി 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ എന്നാണ്. ഇവിടെ ആദ്യം പറയുന്നത് ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യ കരം എന്ന് പറയുന്ന നമ്മളുടെ ആരുടെ ആശയമാണത്? ആരുടെ ആശയമായിരുന്നു? ആദം സ്മിത്തിൻ്റെ അദൃശ്യകരം, ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ആശയം പറയുന്നുണ്ട്. അത് നോക്കണം. പിന്നെ ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണി എന്ന് ഒരു ആശയം പറയുന്നുണ്ട്. അത് നോക്കണം. പിന്നെന്താ വസ്തുവൽക്കരണവും ഉപഭോഗവും, കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ. ആ ഭാഗത്തുനിന്നൊരു
4 മാർക്കിനോ 6 മാർക്കിനോ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വസ്തുവൽക്കരണത്തെക്കുറിച്ച് കമ്മോഡിറ്റൈസേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരും. ആ ഭാഗം നല്ലപോലെ തന്നെ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ വരുന്ന വേറൊരു ഭാഗമാണ് പദവി ചിഹ്നം, സ്റ്റാറ്റസ് സിമ്പിൾ. അത് ചോദിക്കാറുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കുക. പിന്നെ എന്താണ് അടുത്ത ടോപ്പിക്ക്, വെർച്വൽ മാർക്കറ്റ്, യഥാർത്ഥ വിപണി അല്ലെങ്കിൽ സാങ്കല്പിക വിപണി എന്ന് പറയുന്നത് നോക്കിയിട്ടുണ്ടാകും. പിന്നെ ഇവിടെ ഇതാ ലിബറലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഉദാരവൽക്കരണത്തെക്കുറിച്ച്, ആ ഭാഗം നോക്കണം. പിന്നെ ഇതാ ഇവിടെ മാർക്കറ്റൈസേഷൻ, കമ്പോളവൽക്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കണം. ഇനി 5 പേര് സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്നാണ് ഈ ചാപ്റ്ററിൽ ആദ്യം വേണ്ടത്. സോഷ്യൽ ഇൻഇക്വാളിറ്റി, സാമൂഹിക അസമത്വം എന്താണെന്ന് 2 മാർക്കും ചോദിക്കാറുള്ളതാണ്, അത് നോക്കണം. പിന്നെ ഇവിടെ ഇതാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം എന്നാൽ എന്തെന്ന് പറയുന്നുണ്ട്, 2 മാർക്കിന് അത് ചോദിക്കും, ആ ഭാഗം നോക്കണം. പിന്നെ ഇതാ സാമൂഹിക ബഹിഷ്കരണം, സോഷ്യൽ എക്സ്ക്ലൂഷൻ, 2 മാർക്കിന് ചോദിക്കും, അത് നോക്കണം. പിന്നെ അസ്പൃശ്യത, അൺടച്ചബിലിറ്റി, 6 മാർക്കിനോ 5 മാർക്കിനോ വരും. അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, 6 മാർക്കിനോ 5 മാർക്കിനോ, അപ്പോൾ അത് നോക്കണം. പിന്നെ ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രവും രാഷ്ട്രീയതര സംഘടനകളും എടുത്ത നടപടികൾ, സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് അഡ്രസ്സിംഗ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഇവിടെ ഒരു 6 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ വരുന്നതാണ്, ആ ഭാഗം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ഇതാ ആദിവാസി സ്ട്രഗിൾസ്, ആദിവാസി സമരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നോക്കുക. പിന്നെ ഇതാ സ്ത്രീ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, സ്ട്രഗിൾസ് ഫോർ വുമൻസ് ഇക്വാളിറ്റി ആൻഡ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതും കൂടി ജസ്റ്റ് നോക്കണം. ഇതൊക്കെയാണ് 5ാമത്തെ ചാപ്റ്റർ നോക്കേണ്ടത്. നമ്മളുടെ പാർട്ട് എ ടെസ്റ്റിലെ ലാസ്റ്റത്തെ പാഠമാണിത്, 6ാമത്തെ ചാപ്റ്ററാണ്. ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചെറിയ ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി, സാമുദായിക സ്വത്വത്തിൻ്റെ പ്രാധാന്യം, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ സമുദായങ്ങൾ, ദേശങ്ങൾ, ദേശരാഷ്ട്രങ്ങൾ, കമ്മ്യൂണിറ്റീസ്, നേഷൻസ് ആൻഡ് നേഷൻ സ്റ്റേറ്റ്സ്, ഇവിടെ 2 മാർക്കിന് 1 വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും, അത് നോക്കണം. പിന്നെ വരുന്നതാണ് പ്രാദേശികവാദം, റീജിയണലിസം, അവിടെ നിന്ന് ഒരു 2 മാർക്കിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരും, നോക്കണം. അടുത്ത ഭാഗമാണ് വർഗീയത, കമ്മ്യൂണലിസം, 2 മാർക്കിന് ഷുവറായിട്ടും ഉണ്ടാവും പബ്ലിക് എക്സാമിന്. കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയത ഡിഫൈൻ ചെയ്യാനുണ്ടാവും, നോക്കണം. പിന്നെ മതനിരപേക്ഷത, സെക്യുലറിസം, 2 മാർക്കിനും ചോദിക്കുന്നതാണ്. പിന്നെ പൗരസമൂഹം, സിവിൽ സൊസൈറ്റി, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പൗരസമൂഹത്തെക്കുറിച്ചുള്ളത്, സിവിൽ സൊസൈറ്റിയെ കുറിച്ചുള്ളത്, അത് നോക്കണം. ഇതൊക്കെയാണ് 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം, കുറേ ഒറ്റ വീഡിയോ തന്നെ ചെയ്താൽ വീഡിയോ നല്ലോണം ലോങ് ആവും, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PDF ഉണ്ട്, ഞാൻ ഇതിൻ്റെ അടിയിൽ തന്നെ പിൻ ചെയ്ത് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം, നിങ്ങളൊന്ന് നോക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ 2ാം ഭാഗം വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.